ഈ ചെങ്കോട്ട സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഉമർ നബിയുടെ പേരിലുള്ള ചുവന്ന കാർ കണ്ടെത്തി. ഹരിയാനയിലെ ഗണ്ഡാവാലി ഗ്രാമത്തിൽ നിന്നാണ് ആ ചുവന്ന കാർ കണ്ടെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ സമിതി യോഗം പുരോഗമിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, IT മന്ത്രി അശ്വിനി വൈഷ്ണവ് എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നു. വിവരങ്ങൾ നൽകുന്നു ഫൈസൽ അസീസ്. MS അത് തന്നെയാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ ഉമർ നബിയുടെ പേരിലുള്ള ഈ ചുവന്ന കാർ കണ്ടെത്തി എന്നാണ്. ഫോർഡിൻ്റെ ഒരു ഇക്കോസ്പോർട്ട് SUV കാറാണത്. അതായത് അത് ഹരിയാനയിലെ ഖണ്ഡവാലിയിൽ നിന്നാണ് കണ്ടെത്തിയത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഖണ്ഡവാലി ഗ്രാമത്തിലെ ഒരു റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത നിലയിലായിരുന്നു ഈ കാറ് എന്നാണ് ഈ കണ്ടെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ ഒരു ഇക്കോസ്പോർട്ട് കാറിൻ്റെ തിരച്ചിൽ ആരംഭിച്ചത്. അതിനോടകം തന്നെ അതിൻ്റെ അരമണിക്കൂറിനകം തന്നെ കാറ് കണ്ടെത്താനായി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഈ ഹരിയാനയിലും ഉത്തർപ്രദേശിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ കാറിന് വേണ്ടിയുള്ള വ്യാപകമായ തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു പോലീസ്. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹരിയാനയിലെ ഖണ്ഡവാലി ഗ്രാമത്തിൽ നിന്ന് ഈ ഒരു കാറ് കണ്ടെത്തിയിരിക്കുന്നത്. ചുവന്ന നിറത്തിലുള്ള ഫോർഡ് ഇക്കോസ്പോർട്ട് കാറാണത്. അതിൻ്റെ നമ്പർ DL 10 CK 0458 എന്ന ഈ നമ്പർ രജിസ്ട്രേഷനിലുള്ള നമ്പറാണത്. ഇത് വാഹനത്തിൻ്റെ ഉടമയായി അതിൽ പറയുന്നത് ഡോക്ടർ ഉമർ നബിയുടേത് തന്നെയാണ്. 2017 നവംബർ 22 ഡൽഹിയിലെ രജൌരി ഗാർഡൻ RTOയിലാണ് ഈ ഒരു കാറ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ഈ രജിസ്റ്റർ ചെയ്യാനായി ഈ ഉമർ നബി ഉപയോഗിച്ചത് വ്യാജ വിലാസമാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. വടക്കു കിഴക്കൻ ഡൽഹിയിലെ ഒരു വ്യാജ വിലാസം ഉപയോഗിച്ചാണ് ഉമർ നബി ഈ ഒരു കാറ് രജിസ്റ്റർ ചെയ്തത്. ഒപ്പം തന്നെ സ്ഫോടന സ്ഥലത്തിന് സമീപം നശിച്ച നിലയിൽ കണ്ടെത്തിയ ഒരു ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന ഈ I-20 കാറുണ്ട്. ഈ I-20 കാറിൻ്റെ I-20 കാർ പൊട്ടിയതിനെ തുടർന്ന് ഈ ഉമർ ഖാലിദിനൊപ്പം മറ്റു കൂടുതൽ പേർ ഉണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. അവർ സഞ്ചരിച്ച കാറാണ് ഈ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ ഫോർഡിൻ്റെ ഈ SUV കാർ എന്ന് ഇക്കോസ്പോർട്ട് SUV കാർ എന്നാണ് പോലീസ് കരുതുന്നത്. ആ കാറിന് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ ഹരിയാനയിലെ ഖണ്ഡവാലിയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. ചുവന്ന ഈ കാറിൽ നിർണായക തെളിവുകളോ സ്ഫോടക വസ്തുക്കളോ ഉണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഏതായാലും കൂടുതൽ പരിശോധനകളൊക്കെ നടക്കുകയാണ്. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്ഫോടനത്തിന് മുൻപ് തന്നെ ഈ ഉമർ നബി ഡൽഹിയിലെ 6 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 12ലധികം സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. തെക്കുകിഴക്കൻ ഡൽഹി, കിഴക്കൻ ഡൽഹി, മധ്യ ഡൽഹി, ന്യൂഡൽഹി ജില്ല, വടക്കൻ ഡൽഹി, വടക്കു പടിഞ്ഞാറൻ ഡൽഹി എന്നിവ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് ഈ ഉമർ നബി സന്ദർശിച്ചിട്ടുള്ളത്. ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പദ്ധതിയാണെന്നാണ് പോലീസ് കരുതുന്നത്. എന്നാൽ ഉമർ നബി എന്തിന് ഇത്രയും സ്ഥലങ്ങൾ സന്ദർശിച്ചു എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും പോലീസിന് ലഭ്യമായിട്ടില്ല. അത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നേതാജി സുഭാഷ് പ്ലേസ്, അശോക് വിഹാർ, കൊണാട്ട് പ്ലേസ്, രഞ്ജിത്ത് ഫ്ലൈ ഓവർ, ഡിലൈറ്റ് സിനിമ, ഷഹീദ് ഭഗത് സിംഗ് മാർഗ്, റോഹ്തക് റോഡ് എന്നിവയാണ് സന്ദർശിച്ച പ്രധാന സ്ഥലങ്ങൾ. അതായത് മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക എന്നുള്ളൊരു പദ്ധതിയിലൂടെയാണ് ഇത്രയും സ്ഥലങ്ങൾ ഡൽഹിയിലെ പ്രധാനപ്പെട്ട 6 സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഈ ഉമർ നബി സന്ദർശിച്ചത് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, രാജ്യത്തെ നടുക്കിയ ഒരു സംഭവം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിമാരുടെയും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രിമാരുടെ ഒരു യോഗം ചേരുകയാണ്. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, IT റെയിൽവേസ് മന്ത്രിയുമായ അശ്വിനി വൈഷ്ണവ് തുടങ്ങിയവരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഏതായാലും ഡൽഹിയിലാണ് ഇപ്പോൾ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും സുപ്രധാന കാര്യം എന്ന് പറയുന്നത് ഇത് നിർണായക വിവരങ്ങളോ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കളോ അടങ്ങിയിട്ടുണ്ട് എന്ന് സംശയിക്കുന്ന ഈ കാർ കണ്ടെത്തി എന്നുള്ളത് തന്നെയാണ് MS. അതെ, എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ സമിതി യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആ യോഗത്തിൽ പ്രധാനമായും ചില ചോദ്യങ്ങൾ ഉയരും. ആ ചോദ്യങ്ങളിലേക്ക് നമ്മൾക്ക് വരാം. അതിനു മുൻപ് മറ്റൊരു പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ന്യൂസിലേക്ക് നമ്മൾക്ക് പോകേണ്ടതുണ്ട്. അതിലേക്ക് പോയിട്ട് ഈ വാർത്തയിലേക്ക് തിരികെ എത്താം.